ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റിയാക്ട് ജെഎസിന്റെ ട്യൂട്ടോറിയൽ. നമുക്കറിയാം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ജോബിൽ ഈ റിയാക്ട് ജെഎസിന് ഒരു മേജർ റോൾ ഉണ്ടെന്നല്ലേ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ്, വാട്ട് ഈസ് റിയാക്ട് ജെഎസ്? റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് ജാവ സ്ക്രിപ്റ്റിന്റെ ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. അല്ലാതെ ഇതൊരു ഫ്രെയിം വർക്കോ കാര്യങ്ങളൊന്നും അല്ല. ഇതൊരു ബേസിക് ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് യൂസ് ചെയ്യുന്നത് റിച്ച് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പം HTTP റിക്വസ്റ്റിനോ റൂട്ടിങ്ങിനോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. നമുക്കിത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഏറ്റവും ബേസിക്കലി നമ്മൾ റിയാക്ട് ജെഎസ് യൂസ് ചെയ്യുന്നത് യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, നോഡ് ജെഎസിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കിയാലോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒരു കോമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ് ഇതിനുള്ളത്. അതായത് കോമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ്. ഇനി കോമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ മോഡ്യൂലാർ ഫോർമാറ്റിലാണ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ കോമ്പോണൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഫൈനലി നമ്മൾ ഇത് കമ്പോസ് ചെയ്യും. അത് ഈ ഓരോ കോമ്പോണൻസും നമ്മുടെ യൂസർ ഇന്റർഫേസിന്റെ ഓരോ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും. അത് നമുക്ക് റീയൂസ് ചെയ്യാം. അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് പീസ് ഓഫ് കോഡാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ യൂസർ ഇന്റർഫേസിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ പാർട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കോമ്പോണൻസ് ആയിരിക്കും. നമ്മുടെ യൂസർ ഇന്റർഫേസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഒരു ഹെഡർ, ഒരു മെയിൻ കോമ്പോണന്റ്, ഒരു ഫൂട്ടർ ഇതൊക്കെയുണ്ട്. നമുക്ക് എവിടെയൊക്കെ ഈ ഹെഡർ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഹെഡർ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഓരോന്നിനെയും ഓരോ കോമ്പോണൻസ് എന്നാണ് പറയുക. നമ്മൾ ഓരോ കോമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യും, ഫൈനലി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും. എന്തുകൊണ്ട് കോമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് വരുന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റീയൂസബിലിറ്റി ആണ്. അതായത് ഈ ഓരോ കോമ്പോണൻസും നമ്മുടെ ആപ്ലിക്കേഷൻ അക്രോസ് ആയിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബട്ടൺ കോമ്പോണന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ബട്ടൺ എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. രണ്ടാമത്തേത് മോഡുലാരിറ്റി ആണ്. അതായത് ഈ കോമ്പോണൻസ് എല്ലാം നമ്മൾ പറഞ്ഞു മോഡ്യുലാർ ഫോർമാറ്റിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. സോ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. അത് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്കെയിലബിലിറ്റിയും ഇംപ്രൂവ് ആവും. മൂന്നാമത്തത് ഇതിന്റെ റീഡബിലിറ്റി ഇംപ്രൂവ് ആവും. UI സ്മോളർ കോമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ കോമ്പോണന്റും സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. കോഡ് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് മാറും. രണ്ടാമത്തെ കീ കോൺസെപ്റ്റ് ഇതിന്റെ ഡിക്ലറേറ്റീവ് നേച്ചർ ആണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് എന്നാ പറയാ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഹെഡർ, ഫൂട്ടർ ഇതെല്ലാം ഒറ്റ ഇതിലല്ലേ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഇമ്പറേറ്റീവ് പ്രോഗ്രാമിൽ നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് എന്താണ് വേണ്ടത് അത് എങ്ങനെ അച്ചീവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കുട്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പടം വരയ്ക്കാൻ പറയാ, ഒരു സീനറി വരയ്ക്കാൻ പറയുവാണെങ്കിൽ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ ആദ്യം പറയും ഒരു സൂര്യനെ വരയ്ക്കുക, പിന്നെ മല വരയ്ക്കുക, ഫ്ലവേഴ്സ് വരയ്ക്കുക, റിവർ വരയ്ക്കുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇമ്പറേറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ നമ്മൾ ജസ്റ്റ് അയാളോട് പറഞ്ഞാൽ മതി എനിക്ക് ഇതാണ് എൻ്റെ ആവശ്യം. അതുപോലെ തന്നെയാണ് റിയാക്ട് ജെഎസ്. നമുക്ക് എന്താണ് ആവശ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർ വാട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഈ ഹൗവിൽ അവർ ഫോക്കസ് ചെയ്യില്ല. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് എന്റെ ഇന്റേണൽ ബിഹേവിയർ എല്ലാം റിയാക്ട് ജെഎസ് തന്നെ ഹാൻഡിൽ ചെയ്തോളും. വൺസ് നമ്മൾക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ഡോമിന്റെ അപ്ഡേഷൻസ് എല്ലാം റിയാക്ട് ജെഎസ് തന്നെ ടേക്ക് കെയർ ചെയ്തോളും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. ഏറ്റവും കീ കോൺസെപ്റ്റ് കോമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റും അതുപോലെ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗും ആണ്. അത്രയും ഓർത്തിരിക്കുക. ഫൈനൽ ആയിട്ട് പറയുന്നത് പ്രീ റിക്വസ്റ്റീസ് ഏതൊക്കെയാണെന്നാണ്. അതായത് റിയാക്ട് ജെഎസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജാവാസ്ക്രിപ്റ്റ്, HTML, CSS ഇതൊക്കെ പഠിക്കുക. ഇതിന്റെയൊക്കെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ റിയാക്ട് ജെഎസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെയും HTML ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസിൽ ചെയ്ത് ബേസ്
ചെയ്ത് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് പോയി കണ്ട് മനസ്സിലാക്കി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റിയാക്ട് ജെഎസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നോഡ് ജെഎസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വെബ് ബ്രൗസറിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെർവർ സൈഡിൽ റിയാക്ട് ജെഎസ് നമുക്ക് റൺ ചെയ്യാനും പറ്റും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോഡ് ജെഎസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് IT ഇൻഡസ്ട്രിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.